ഇപ്പോൾ എൻ സി പി നേതാവ് ശ്രീ സുരേഷ് ബാബു കൂടി സുരേഷ് ബാബു കൂടി നമുക്ക് പ്രതികരിക്കാനുണ്ട്. ശ്രീ സുരേഷ് ബാബു, താങ്കൾ ഈ വാക്കുകൾ പാലോട് രവിയുടെ വാക്കുകൾ കേട്ടതാണെന്ന് മനസ്സിലാക്കുന്നു. അതിൽ പറഞ്ഞ വളരെ നിർണായകമായ ഒരു കാര്യം പാലോട് രവിയുടെ വാക്കിൽ നിന്ന് വരുന്നു. ഒന്ന്, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഈ പാർട്ടിയോടുള്ള കോൺഗ്രസിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, അത് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോകും. പിന്നീടുള്ളത് കോൺഗ്രസിൽ തന്നെയുള്ള മറ്റാളുകൾ BJP-യിലേക്ക് പോകുമെന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. വലിയ കൃത്യമായി തന്നെയാണ്. അതായത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ് പാലോട് രവി, മുൻപ് ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നാണ്, DCC അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ വിലയിരുത്തലാണിതെങ്കിൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ്റെ വിലയിരുത്തൽ എന്താകും? അവർക്ക് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു, ഇനി ഇല്ല കോൺഗ്രസ് ഭരണത്തിലേക്ക്. അത് പാലോട് രവിയെ സംബന്ധിച്ചിടത്തോളം, പാലോട് രവി തിരുവനന്തപുരം ജില്ലാ KSU പ്രസിഡന്റായിരിക്കുമ്പോ കോഴിക്കോട് ജില്ലാ KSU പ്രസിഡന്റാണ് ആയി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. ഞങ്ങളൊക്കെ ആ കാലഘട്ടം മുതൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളുകളാണ്. കോൺഗ്രസിൽ അന്നൊരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിച്ചവരുടെ പട്ടികയിലാണ് ഞാനും പാലോട് രവിയും, ഇപ്പോ കേരളത്തിലെ മന്ത്രി ശ്രീ കെ ശശീന്ദ്രനും അതുപോലെ തന്നെ PC ചാക്കോയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു തിരുത്തൽ ശക്തികളായി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. അവർക്ക് എല്ലാ തരത്തിലും രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി പരിശോധിക്കാൻ കഴിയും. ഞങ്ങളൊക്കെ ഇപ്പോ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തുള്ള ആള് എന്നുള്ള നിലയിൽ ഞങ്ങളെ പരാമർശത്തെ ഒരുപക്ഷെ മറ്റൊരു തരത്തിൽ കാണാനെങ്കിലും പാലോട് രവി നിലവിൽ ഇപ്പോഴും DCC പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഡയറക്റ്റായിട്ട് ഒബ്സർവേഷൻ ഉള്ള ആളാണ്. 14 നിയോജക മണ്ഡലങ്ങളുള്ള ഒരു ജില്ലയുടെ പ്രസിഡന്റാണ്. ആ ഒരു കാലഘട്ടത്തിൽ 8ഓളം UDF-ന്റെ MLA-മാരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ജില്ലയാണ്. ഇപ്പോൾ തന്നെയും കോൺഗ്രസിന് 2 പാർലമെന്റ് സീറ്റുകളും ജയിച്ചിട്ടുള്ള ഒരു ജില്ലയാണ്. അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനൊക്കെ വളരെ ക്രൂഷ്യലായിട്ടുള്ളതാണ്. പബ്ലിക്കിനോട് പറഞ്ഞതല്ല, ഇന്റേണലായിട്ട് അവർ സംസാരിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. പക്ഷെ അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ, വിശദീകരണങ്ങളെ പൂർണ്ണമായും ഞാൻ ഉൾക്കൊള്ളുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടരും എന്നുള്ളത് BJP അപ്പുറത്ത് പണം കൊടുത്ത് വോട്ട് വാങ്ങും എന്നുള്ളതിലല്ലാതെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു ഭരണകൂടത്തിന്റെ തുടർച്ച എന്നുള്ളതിലേക്കാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അക്കാര്യത്തിലുള്ള എന്റെ നിരീക്ഷണം. പക്ഷേ അവസാനത്തെ പാരഗ്രാഫ് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം തുടരും എന്ന് തന്നെയാണുള്ളത്. അതില് പാലോട് രവിയുടെ പരാമർശം ആ പാർട്ടിയെ ഏത് തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളത് നോക്കണം. ഇപ്പോഴും അതിനകത്ത് ആഭ്യന്തര വഴക്കങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരുപടി പ്രവർത്തകന്മാരുടെ ഒരു പാർട്ടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർച്ച അദ്ദേഹം പറഞ്ഞ കാരണങ്ങളോടൊപ്പം തന്നെ അല്ലെങ്കിൽ കാരണങ്ങളല്ലാതെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാട്ടിൽ കാഴ്ചവെച്ചിട്ടുള്ള ഒരു ഭരണ നേതൃത്വത്തിന്റെ കഴിവുകൾ കൊണ്ട് തന്നെ അത് തുടരുമെന്നുള്ളതാണ് എന്റെ വീക്ഷണം. ശ്രീ സുരേഷ് ബാബു, ഒരുപക്ഷെ ഈ പാലോട് രവിയുടെ തുടർന്നുള്ള സംഭാഷണം നമുക്ക് ലഭിച്ചിട്ടില്ല, ഇനിയും പുറത്തു വരുമായിരിക്കാം. പക്ഷേ ഇതിൽ പാലോട് രവി പറയുന്നതിൽ വളരെ സൂചനകൾ ഉള്ളത് നിലവിലുള്ള KPCC നേതൃത്വം നമുക്കറിയാം. PD സതീശൻ്റെ നേതൃത്വത്തിലടക്കം നടന്ന കാര്യങ്ങൾ, അവിടെ നേരത്തെ നടക്കുന്ന വിഴുപ്പലക്കളുകളെല്ലാം കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. നേതൃത്വത്തെ മാറ്റിയത്, KPCC അധ്യക്ഷൻ സുധാകരനെ മാറ്റി പുതിയ സണ്ണി ജോസഫിനെ കൊണ്ടുവന്നത് എല്ലാം വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നു എന്ന ധ്വനി കൂടി പാലോട് രവിയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. കേവലമായ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനതയ്ക്കറിയാം 3ാം LDF സർക്കാർ വരാൻ പോകുന്നു, കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷത്തിനും അറിയാം. അതിന് കാരണമാകുന്നത് ഇങ്ങനെ ചില വിഷയങ്ങൾ കൂടി ഉണ്ട്. ആദ്യത്തെ കാര്യം, LDF സർക്കാരിന് ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചു. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് കൃത്യമായൊരു പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അതിന് നേതൃത്വം നൽകിയവർക്ക് പിഴവ് പറ്റിയെന്നുകൂടി പാലോട് രവി പറഞ്ഞു വെക്കുന്നുണ്ട്. ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണത്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ അല്ലേ? ഏത് കാര്യത്തിലാണ് തമ്മിലടിക്കുന്നതും? പത്രസമ്മേളനത്തിൽ മൈക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ? ഒരു പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അഭികാമ്യമാണോ? ഇത്തരം കാര്യങ്ങൾ അഭികാമ്യമാണോ? ചില കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവ് മൗനം ദീക്ഷിക്കുന്നു, മറ്റു ചില കാര്യങ്ങളിൽ പ്രസിഡന്റ് ആയിരുന്ന ആള് കൂടുതൽ സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു ഏകീകൃതമായ ഒരു അഭിപ്രായം കേരളത്തെ സംബന്ധിച്ചിടത്തോളമോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളമോ രൂപീകരിക്കാൻ കഴിയാത്ത വിധം ഉഴലുന്ന ഒരാൾ,
അങ്ങ് കാണാമറയത്ത് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഈ പാർട്ടിയെ കേരളത്തിൽ നയിക്കുന്ന നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ശക്തി മറ്റൊന്ന്. ഇങ്ങനെയൊക്കെ ആവുമ്പോ പാർട്ടിയെ പല വഴിക്ക് പലതരത്തിലായിട്ട് പിടിച്ചു വലിക്കാൻ ശ്രമിച്ചാൽ അത് ചിഹ്ന ഭിന്നമായി പോകും. ഇങ്ങനെയൊക്കെ ആവുമ്പോ പാർട്ടിയെ പല വഴിക്ക് പലതരത്തിലായിട്ട് പിടിച്ചു വലിക്കാൻ ശ്രമിച്ചാൽ അത് ചിഹ്ന ഭിന്നമായി പോകും എന്നുള്ളത് ഒരു വലിയൊരു സൈദ്ധാന്തികത്വമൊന്നും ആവശ്യമില്ലല്ലോ അതിനെ സമർത്ഥിക്കാൻ. ശ്രീ സുരേഷ് ബാബു ഒരുപക്ഷെ അതിനകത്ത് അവസാനം പറഞ്ഞതാണ് എടുക്കാച്ചരക്കായി മാറും ഈ പാർട്ടി എന്ന് പറഞ്ഞത്. അതായത് ജനത്തിന് താല്പര്യമില്ലാത്ത പാർട്ടിയായി മാറിക്കണം. ആ വാക്കുകളാണ് ശ്രദ്ധേയം. എടുക്കാച്ചരക്ക്. അതെ, അത്ര കടുത്ത വാക്ക് സ്വതവേ ഉപയോഗിച്ച് പൊതുസദസ്സിൽ ഉപയോഗിക്കുന്ന ശീലം എനിക്കില്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പാലോട് രവിക്ക് അങ്ങനെ പറയേണ്ടി വരുന്നതിന്റെ ആ ഒരു മാനസിക വ്യഥയും കൂടി ഉണ്ടല്ലോ ആ പാർട്ടിയെ കുറിച്ചുള്ള. അതൊക്കെ ഉണ്ട് അതിലെല്ലാം ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ എന്റെ വാക്കുകളിലൂടെ അത് പുറത്തു വരണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ സുരേഷ് ബാബു.